നമസ്കാരം. ഇന്റർവ്യൂ ടിപ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് ഇൻ്റർവ്യൂസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്നു. അവിടെ എന്തൊക്കെയാണ് നമുക്ക് ഓരോ ഇൻ്റർവ്യൂവിനും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ പ്രസൻറ്റേഷൻ, നമ്മുടെ ഡെഡിക്കേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് ആദ്യത്തെ 2 വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും അത് കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിജയം ഇൻ്റർവ്യൂവിൽ കാഴ്ചവെക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ടോപ്പിക് വൈസ് നമുക്കിപ്പം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന ആ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ, നമ്മുടെ ജോലിയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പലർക്കും പരീക്ഷയ്ക്ക് പഠിച്ച ഓർമ്മ ഉണ്ടാവും. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ കൂടെ ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിലിരിക്കുമ്പോൾ ചോദ്യങ്ങൾ ആ ബോർഡ് ആ ടീമിൽ തന്നെ 4-5 സാർമാരുണ്ടാവും. വരുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ പതറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പതറിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോകുന്നത്. നമുക്ക് അവതരിപ്പിക്കാനുള്ള കഴിവ്, ഒരു വിഷയമാണെങ്കിലും അത് അവതരിപ്പിക്കാനുള്ള കഴിവ് എത്രമാത്രം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് ഇൻ്റർവ്യൂ. കാരണം ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന ജോലിയിൽ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. പൊതുജനങ്ങൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കാനും ഒരു രോഗമുള്ള സ്ഥലത്ത് ചെന്ന് ആ രോഗത്തെക്കുറിച്ച്, അതിൻ്റെ നിയന്ത്രണങ്ങളെക്കുറിച്ച്, അതിനുവേണ്ടി എടുക്കേണ്ട കാര്യങ്ങളെയൊക്കെ കുറിച്ചും അവരെ ബോധവാന്മാരാക്കേണ്ടത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് സധൈര്യം പറഞ്ഞു കൊടുക്കാനുള്ള കരുത്തുണ്ടോ എന്നുകൂടെ ഈ ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും ഫീൽഡ് വർക്കേഴ്സാണ്. അപ്പോൾ ഫീൽഡിൽ പോയിട്ട് പലതരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ എന്ത് തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിലും അറിയാത്ത കാര്യങ്ങൾ അപ്പോഴേ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ വ്യക്തമായിട്ട് അത് പിന്നീട് പറഞ്ഞു തരാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു വാർത്തയോ ഒരു അറിവോ ഒന്നും കൊടുക്കാതിരിക്കുക. പരമാവധി എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കുക. അപ്പം ഇത് നമുക്ക് പഠിക്കേണ്ടത്, നമ്മൾ ടോപ്പിക് വൈസിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. നമുക്ക് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് 2 കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനിൽ വരുന്നത് ഒന്ന് ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കണം. എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്നതാണ്. കാരണം നമ്മൾ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നവരാണ്. അപ്പം ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കണം. അത് ഞാൻ നോട്ടിൽ ഫസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. ഹെൽത്ത് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മെയർലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓഫ് ഇൻഫർമിറ്റി. ഡിസീസ് ഓറാണ്. ഓക്കെ, അപ്പം എന്താണ് പറയുന്നത് ഹെൽത്തിൻ്റെ ഡെഫിനേഷൻ? പലർക്കും തെറ്റിപ്പോകുന്നതാണ്. പെട്ടെന്ന് ചോദിക്കും WHO എന്താണ് ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് ചോദിക്കും. കൃത്യമായിട്ട് ഡെഫിനേഷൻ പഠിച്ചു പോവുക. ഇനി അത് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന 3 പോയിന്റുകൾ: ഫിസിക്കൽ വെൽബീയിങ് ഉണ്ട്, മെൻ്റൽ വെൽബീയിങ് ഉണ്ട്, സോഷ്യൽ വെൽബീയിങ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ ഫങ്ഷൻ ഓഫ് ദി ബോഡി, നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക, അത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ആബ്സെൻസ് ഓഫ് ഡിസീസ് ആൻഡ് ഇഞ്ചുറി, നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക, അസുഖങ്ങളോ ഇഞ്ചുറിയോ അപകടങ്ങളൊന്നും മുറിവുകളൊന്നും ഉണ്ടാവാതിരിക്കുക. ആൻഡ് സഫിഷ്യൻറ്റ് എനർജി ലെവൽസ്, നമ്മൾ എപ്പോഴും ഊർജ്ജസ്വലരായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെൻ്റൽ വെൽബീയിങ്ങിലേക്ക് പോകുമ്പോൾ എന്താണ്? ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ, ഒരു നിസ്സാരമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന സ്വഭാവമാണോ? അത് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഹെൽത്തി പേഴ്സൺ ആയിരിക്കില്ല. ആ ഒരു സ്റ്റെബിലിറ്റി നോക്കും. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഫങ്ഷൻ ആൻഡ് ദി എബിലിറ്റി ടു കോപ്പ് വിത്ത് സ്ട്രെസ്. നമുക്ക് എന്ത് ജോലിയാണെങ്കിലും ആ ജോലിയിലെ, ഇപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിലെ സ്ട്രെസ്സിനനുസരിച്ച് നമുക്ക് അത് മാനേജ് ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് നമ്മൾ മെൻ്റൽ വെൽബീയിങ് എന്ന് പറയുന്നത്. പൊരുത്തപ്പെട്ടു പോകാന്നൊക്കെ പറയും, നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടു പോകാന്നൊക്കെ പറയും. അടുത്തത് സോഷ്യൽ വെൽബീയിങ്ങിലേക്ക് വരുമ്പോൾ പോസിറ്റീവ്
സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടുന്ന ഒരു മേഖലയാണ് പോസിറ്റീവ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. മറ്റ് മേഖലയിലുള്ള മറ്റ് തലങ്ങളിലുള്ള ആളുകളുമായിട്ടുള്ള ആ ഒരു ഇൻറ്ററാക്ഷൻ, ഇടപഴകൽ, കമ്മ്യൂണിക്കേഷൻസ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് ദി എബിലിറ്റി ടു കോൺട്രിബ്യൂട്ട് ടു വൺസ് കമ്മ്യൂണിറ്റി. നമ്മൾ ജോലി ചെയ്യുന്ന ആ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടാവും, അവർക്ക് അവരുമായിട്ട് നമ്മുടെ ഇൻട്രാക്ഷൻ എന്ത് രീതിയിലായിരിക്കണം, ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലേക്ക് ആകുമ്പോഴാണ് നമ്മൾ സോഷ്യലി വെൽബീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്തിൻ്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു നോക്കുക. കാരണം നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇൻ്റർവ്യൂ ബോർഡിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ടെക്നിക്കലായിട്ട് നമ്മുടെ സൂപ്പർ സീനിയേഴ്സുകളുണ്ട്, ടെക്നിക്കൽ ഓഫീസേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്രോഗ്രാം ഓഫീസേഴ്സ് ആരെങ്കിലും ഉണ്ടാവും, മലേറിയ ഓഫീസർ, ലെപ്രസി ഓഫീസർ, അത്തരത്തിലുള്ള മേജർ പ്രോഗ്രാംസിൻ്റെ ഓഫീസർമാർ. കൂടുതലും കണ്ടുവരുന്നത് ലെപ്രസി അല്ലെങ്കിൽ മലേറിയ ഓഫീസറാണ് കൂടുതലും ഇൻ്റർവ്യൂസിൽ കണ്ടുവരുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സീസണലായിട്ട് ഇപ്പം കൊതുകുജന്യ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ എല്ലാ ജില്ലകളിലും, പരമാവധി എല്ലാ ജില്ലകളും കണ്ടുവരുന്നതാണ്. ഡെങ്കി ഫീവർ ഉണ്ട്, പിന്നെ മലേറിയ, ഫിലേറിയ, ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ. അപ്പം അത് മാത്രമല്ല, ഇപ്പം ലെപ്രസി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും, നമ്മുടെ നാട്ടിൽ മാത്രമല്ല മിക്കവാറും എല്ലായിടങ്ങളിലും ഈ അതിഥി തൊഴിലാളികൾ അവരുടെ ഇടയിൽ ലെപ്രസി, TB അസുഖങ്ങൾ ഒരുപാട് സ്പ്രെഡായി ഇരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ ക്യാമ്പയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പം ഇത്തരത്തിലുള്ള മേഖലയിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് നിശ്ചിതമായിട്ടുള്ള ഇപ്പോൾ മലേറിയ ഓഫീസർ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ അവിടെ പ്രതീക്ഷിക്കാം? നമുക്ക് മലേറിയ ആയിട്ടുള്ളത് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കൊതുകുകളെ കുറിച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എന്തൊക്കെ ടൈപ്പ് കൊതുകുകളാണുള്ളത്? മലേറിയ, എന്തൊക്കെ ടൈപ്പ് മലേറിയ ആണുള്ളത്? ഡെങ്കു പരത്തുന്ന കൊതു ഏതാണ്? ചിക്കൻ ഗുനിയ ഏത് കൊതുവാണ് പരത്തുന്നത്? ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ഇവർ ചിലപ്പോൾ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൺഫ്യൂഷൻ ആവും. അതാണോ ഇതാണോ അങ്ങനെയാണ് ഇൻ്റർവ്യൂവിൽ ചോദിക്കുക. നമ്മുടെ മൈൻഡ് ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സംശയത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിനെല്ലാം സിമ്പിളായിട്ടുള്ള നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ പുറകിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഹെൽത്തിൻ്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഹെൽത്ത് എന്ന് നമ്മൾ പഠിച്ചു, സോഷ്യൽ, മെൻ്റൽ, അതേപോലെ തന്നെ ഫിസിക്കൽ വെൽബീയിങ് ആണ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസീസ് ഈസ് എ പെർട്ടിക്കുലർ അബ്നോർമൽ കണ്ടീഷൻ ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ദി സ്ട്രക്ചർ ഓർ ഫങ്ഷൻ ഓഫ് all or part of an organism and is most immediately due to an external injury. നേരത്തെ പറഞ്ഞിരിക്കുക ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെൽബീയിങ് എന്ന് പറഞ്ഞു. അപ്പം ഡിസീസ് എന്ന് പറഞ്ഞാലോ ഒരു അബ്നോർമൽ കണ്ടീഷനാണ്. അത് പെട്ടെന്നുണ്ടാവുന്നതായിരിക്കാം, നമുക്കൊരു എക്സ്റ്റേണൽ ഇഞ്ചുറി വന്നതായിരിക്കാം. അത്തരത്തിലുള്ള നമ്മുടെ ചില ബോഡി പാർട്സുകൾ ചിലപ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്ത അവസ്ഥ വരാം. അത് ആ ഫങ്ഷനിങ്ങിനെ എല്ലാം ബാധിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. അതും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പം ഹെൽത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ഡിസീസ്, രോഗം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഈ രണ്ട് ഡെഫിനേഷൻ, ഈ രണ്ട് ചോദ്യങ്ങളും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. കാരണം ഇപ്പോൾ ഒരു വ്യക്തി ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ ഒരു വ്യക്തി വന്നിരിക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ അപ്പിയറൻസ് ഫസ്റ്റിൽ ശ്രദ്ധിക്കും, നിങ്ങൾ ആൻസർ ചെയ്യുന്ന രീതി ശ്രദ്ധിക്കും, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ്, നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ അതിനോട് അർപ്പണ മനോഭാവം കാണിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കും. പിന്നെ ഇത്തരത്തിലുള്ള തിയററ്റിക്കലായിട്ടുള്ള നിങ്ങൾക്ക് ആ പഠിച്ച വിഷയം അല്ലെങ്കിൽ പരീക്ഷ എഴുതിയ വിഷയം, ജോലി ചെയ്യാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് എത്രത്തോളം അടിസ്ഥാനമായിട്ടുള്ള ജ്ഞാനമുണ്ടെന്നും ചോദിക്കും. ഈ 3 ഘടകങ്ങളിലാണ് നിങ്ങൾ മാർക്ക് പോസിറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 2 ഡെഫിനേഷൻ ഞാനിപ്പോൾ 2 കൊടുത്തിട്ടുള്ളൂ, 2 കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമുക്ക് സാംക്രമിക രോഗങ്ങൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ
അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അതിൽ ഇപ്പം റീസെൻ്റായിട്ട് നിൽക്കുന്ന ഒരു അസുഖം, ഏറ്റവും ഇപ്പോൾ വാർത്തയിലൊക്കെ ഇടം നേടിയ ഒരു അസുഖം നിപ വൈറസ്. നിപ വൈറസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഇതിൻ്റെ നോട്ട് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, മലയാളത്തിലുള്ള നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാം. എന്നിരുന്നാൽ കൂടെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. നിപ വൈറസ് ഇപ്പം നമുക്ക് കേരളത്തിൽ ഫസ്റ്റിലെ ഉണ്ടായിരിക്കുന്നത് കോഴിക്കോടാണ്. എല്ലാവർക്കും അറിയാവില്ലേ, 2018-19 സമയത്താണ് കോഴിക്കോടാണ് നിപ വൈറസ് ഉണ്ടായിരുന്നത്. ധാരാളം മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നീടും ഇങ്ങനെ ഇടവിട്ട് സ്ഥലങ്ങളിലൊക്കെ ഇപ്പം മലപ്പുറത്താണെങ്കിലും പാലക്കാടാണെങ്കിലും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ വൈറസിൻ്റെ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നിപ വൈറസ് അസുഖത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവാം, പ്രതീക്ഷിക്കാം. അത് എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്കതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ, നിപ വൈറസിനെ കുറിച്ചിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പോകാം. ഓക്കെ, അപ്പോൾ നിപ വൈറസ് നമുക്ക് NIV എന്ന് കൂടെ നമുക്കതിനെ മാർക്ക് ചെയ്ത് വിളിക്കാം. പാരാമിക്സോ വൈറസ് RNA വൈറസ് ആണ് അതിന് കാരണമായിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ജനസ് എന്ന് പറഞ്ഞാൽ ഹെപ്പാനി വൈറസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഞാൻ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അത് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഇനി അതിൻ്റെ ഒരു 2 ടൈപ്പ് നേരത്തെ ഉണ്ടായിരുന്ന 2 ടൈപ്പാണ്. ഒന്ന് B ജീനോ ടൈപ്പ് ഉണ്ട്, ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന ഒരു ടൈപ്പാണ് B ജീനോ ടൈപ്പ്. അതുപോലെ തന്നെ M ജീനോ ടൈപ്പ് മലേഷ്യയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ടൈപ്പാണ്, നിപ വൈറസിൻ്റെ ടൈപ്പാണ്. നമ്മുടെ കേരളത്തിലുണ്ടായിരിക്കുന്ന നിപ വൈറസിൻ്റെ ആ ഒരു അറ്റാക്ക് റേറ്റ് അതേപോലെ തന്നെ ഒരുപാട് കൂടുതലായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമിൽ അറ്റാക്ക് വന്നപ്പോൾ 18 പേർക്ക് പോസിറ്റീവ് ആയാലും 17 പേരും മരണപ്പെട്ടു. ആ ഒരു അവസ്ഥയിലാണ് കേരളത്തിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടെ ഒരുപാട് ലേറ്റായി. അങ്ങനെ സ്പ്രെഡായി, ഒരുപാട് പേരിലേക്ക് സ്പ്രെഡായി ഇത് ഫസ്റ്റ് ടൈം വന്നപ്പോൾ. അപ്പം ഈ ജീനം കേരളത്തിലുണ്ടായിരുന്ന സ്ട്രെയിൻ അതിൻ്റെ സ്ട്രെയിൻ വന്നിരുന്നത് 85.14% to 96.15 സിമിലാരിറ്റിയാണ്. ഈ 2 ടൈപ്പിനോടുള്ള സിമിലാരിറ്റിയാണ് വന്നിരിക്കുന്നത്. M and B ജീനോ ടൈപ്പിനോടുള്ള സിമിലാരിറ്റിയിലുള്ള വൈറസാണ് കേരളത്തിൽ കണ്ടത്. ഓക്കെ, അപ്പം RNA വൈറസാണ്, പാരാമിക്സോ വൈറസാണ്, അതിൻ്റെ ജീനോ ടൈപ്പ് ഹെപ്പാനി വൈറസ് ജീനസ് ആണ്. ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത നമുക്ക് പോകുമ്പോൾ അതിൻ്റെ റിസർവോയറുകൾ എന്താണെന്ന് പഠിക്കാം. റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് നിപ വൈറസിൻ്റെ റിസർവോയർ നമുക്ക് ഇവിടെ നമുക്ക് കണ്ടിട്ടുള്ളത് പഴന്തീനികളായിട്ടുള്ള വവ്വാലുകളാണ്. ലാർജ് ഫ്രൂട്ട് ബാറ്റ്സ് ഓഫ് ടെറോപ്പസ് ജീനസ് ആണ്. അത് പഴന്തീനികളായിട്ടുള്ള വവ്വാലുകളാണ് നമ്മുടെ നാട്ടിൽ നിപ വൈറസ് സ്പ്രെഡാക്കിയിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകുമ്പം ഈ പിഗ്സ് ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റായിട്ട് ഉണ്ടെന്ന് അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഹോഴ്സ്, ഇത്രയൊക്കെ ഈ നിപ വൈറസിൻ്റെ റിസർവോയറുകളായിട്ട് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ഈ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഈ നിപ വൈറസ് വാസ് ഡിറ്റക്റ്റഡ് ഇൻ ദി ബാറ്റ് ത്രോട്ട് സ്വാബ്. ഈ വവ്വാലുകളുടെ തൊണ്ടയിലെ സ്രവത്തിലാണ് ഈ വൈറസിനെ കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെയാണത്? ഷോഡ് ദി പെർസിസ്റ്റൻസ് ഓഫ് വൈറസ് ഫോർ എ കപ്പിൾ ഓഫ് ഹവേഴ്സ് ഓർ കണ്ടാമിനേറ്റഡ് ഫ്രൂട്ട്സ്. ഒരുപാട് നേരം ഇപ്പം ആ തൊണ്ടയിൽ സ്രവത്തിലാണ് ഈ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പഴം ഭക്ഷിക്കുന്ന ഈ വൈറസുകൾ, അവർ വവ്വാലുകളൊക്കെ പഴം ഭക്ഷിക്കുന്നത് നമുക്കറിയാം എങ്ങനെയാണ്, ഒന്ന് കടിച്ചു പോവുകയുള്ളൂ. അപ്പം ഈ വൈറസ് ആ പഴത്തിൽ ആ കണ്ടാമിനേഷൻ ആയിരിക്കാം, അത് മണിക്കൂറുകളോളം ആ വൈറസിൻ്റെ സാന്നിധ്യം ആ പഴത്തിലുണ്ടായിരിക്കാം. അങ്ങനെയാണ് നമുക്കത് മനുഷ്യരിലേക്ക് പകരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ സീസൺ, ഏത് സീസണിലാണ് ഇത് വരുന്നത് സ്പ്രെഡ് ആവുന്നതാണ് പറയുന്നത്. സീസണാലിറ്റി എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ഡിസംബർ ടു മെയ് മാസങ്ങളിലാണ് ഇതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ടൈം. ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിലും ഈ ഒരു സമയത്ത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്, ഡിസംബർ ടു മെയ് മാസങ്ങളിലായിട്ട്. എന്ന് പറഞ്ഞാൽ ഈ തണുപ്പ് കാലം മുതൽ
അവിടെ നിന്നാണല്ലോ ഈ ഒരു ടൈമിൽ മെയ് മാസത്തിൽ ഈ ഒരു സമയത്തിലാണ് വൈറസിൻ്റെ സീസണാലിറ്റി, ഈ രോഗം പടരുന്നതിൻ്റെ സീസണാലിറ്റി ആയിട്ട് പറയുന്നത്. ഇൻക്യുബേഷൻ പീരീഡിലേക്ക് വരുമ്പോൾ 4 to 14 days ഇൻക്യുബേഷൻ പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു അസുഖത്തിൻ്റെയും ഇൻക്യുബേഷൻ പീരീഡ് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ നിപ്പ വൈറസിൻ്റെ മാത്രമല്ല, ഓരോ അസുഖങ്ങൾ വരുമ്പോഴും അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതാണ് ചോദ്യങ്ങളിൽ പ്രാധാന്യമുള്ള ഭാഗം. ഓരോ അസുഖങ്ങളുടെയും പ്രാധാന്യമായിട്ടുള്ള ഭാഗം ഇൻക്യുബേഷൻ പീരീഡാണ്. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് കൂടെ ഓർത്ത് വെക്കുക. നിപ്പ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 4 to 14 days, 4 മുതൽ 14 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നിപ്പ വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഈ രോഗം പകർച്ച എങ്ങനെയാണ് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഹ്യൂമൻ infection result from the spillover transmission from bats or through human to human transmission. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പഴന്തീനി വവ്വാലുകളിൽ കടിച്ച് പഴത്തിൽ മണിക്കൂറുകളോളം ഈ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ആ പഴം ഭക്ഷിക്കുകയോ അതുമായി കോണ്ടാക്ട് വരികയോ ചെയ്ത മനുഷ്യരിൽ നിന്ന് ആ മനുഷ്യരിൽ അസുഖം ഉണ്ടായിരിക്കാം. ആ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം നമുക്കിപ്പം ഈ കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടായതുപോലെ തന്നെ ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻഫെക്ഷൻ വരും. ഇനി ഡയറക്റ്റ് ബാറ്റ് ടു ഹ്യൂമൻ ഇൻഫെക്ഷൻ വരുന്നത് ത്രൂ ഫ്രൂട്ട് കണ്ടാമിനേറ്റഡ് ബൈ ബാറ്റ്സ്. ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴി ബാറ്റ് ടു ഹ്യൂമൻ ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ കൂടിയും വരും. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ബാറ്റ്സിൻ്റെ ഇപ്പോൾ ഈ സെക്രീഷൻസ് എങ്ങനെ, ഏതൊക്കെ സെക്രീഷനിലാണ് വരുന്നത്? secretion, urine or saliva or consumption of raw date palm sap. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഈ പനങ്കള്ളിലൂടെ ഈ അസുഖം പടരുന്നുണ്ട്. കാരണം ഈ വവ്വാലുകളുടെ സലൈവയിൽ അടങ്ങിയിരിക്കുന്ന, അതായത് യൂറിനിലോ സലൈവയിലോ അല്ലെങ്കിൽ മറ്റ് സെക്രീഷനിലോ ഈ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഇത് ഈ കള്ള് ശേഖരിച്ച് വെക്കുന്ന കുടങ്ങളിൽ ഒരു കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ കള്ള് കുടിക്കുന്നത് വഴി, പനങ്കള്ള് കുടിക്കുന്നവരിലും ഈ അസുഖങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ സലൈവ വഴി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളവരിലും ഈ അസുഖം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻഫെക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാറ്റ് ടു ഹ്യൂമൻ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അതാണ് നിപ്പ വൈറസിൻ്റെ ട്രാൻസ്മിഷൻ മോഡുകൾ വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്കാണ് വരുന്നത്. ഇപ്പം മലേഷ്യയിൽ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി, നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? റെസ്പിറേറ്ററി സെക്രീഷൻ ആൻഡ് യൂറിൻ ഫ്രം ഇൻഫെക്റ്റഡ് പിഗ്സിലാണ്, പന്നികളിലാണ് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നത്. അവരുടെ സെക്രീഷൻ, റെസ്പിറേറ്ററി സെക്രീഷനിൽ നിന്നും യൂറിനിൽ നിന്നുമാണ് അവിടെ ആ ഫാമിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഈ അസുഖങ്ങൾ ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ ഫിലിപ്പൈൻസിൽ 2014 ഫിലിപ്പൈൻസിൽ ഉണ്ടായിരുന്ന ഔട്ട് ബ്രേക്കിൽ ഹോഴ്സുകളിലാണ് ഉണ്ടായിരുന്നത്. കുതിരകളിലാണ് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹോഴ്സായിട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്കിപ്പം ബാറ്റ്സുകളിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പിഗ്സിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഹോഴ്സിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ തന്നെ ഇത് രോഗം പരത്താൻ ശേഷിയുള്ള അതും ഏത് വഴിയാണ്? ഇവരുടെ സെക്രീഷൻസ് വഴിയാണ് ഈ രോഗം മറ്റൊരാളിലേക്ക് അതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇപ്പോൾ കേരളത്തിലിപ്പം ഇപ്പോൾ ഫസ്റ്റിലുണ്ടായിരിക്കുന്നത് 2018 ഉണ്ടായിരുന്ന ഔട്ട് ബ്രേക്ക്, നമുക്ക് എങ്ങനെ ഏത് തരത്തിലുള്ള ട്രാൻസ്മിഷൻ ആയിരുന്നു? അത് ഫ്രം ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക് പോകും. അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞ ലക്ഷണങ്ങളാണ്. ഇപ്പോൾ നിപ്പ വൈറസ് ബാധിച്ചാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്, അതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് പനി ഉണ്ടാവും, അതുപോലെ തന്നെ ആൾട്ടേർഡ് മെൻ്റൽ സ്റ്റാറ്റസ്, അതായത് മാനസിക ഈ ചിലർക്ക് പനി വന്നാൽ അവർ എന്താ പറയുക, മാനസികമായിട്ട് ചെറിയ വിറയലും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ അവർ നമുക്ക് അവരെ മാനസികമായിട്ട് അവർ പറയുന്നത് ഈ സ്ഥലകാല ബോധമില്ലാതെ സംസാരിക്കുന്ന ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പം എന്താണ് പറയേണ്ടത്, ഏത് സമയത്താണ് എന്താണ് പറയുന്നത് അവർക്ക് തന്നെ ബോധം ഉണ്ടാവില്ല. സിവിയർ ഫാറ്റിഗ്, അതുപോലെ തന്നെ നല്ല ക്ഷീണം ഉണ്ടാവും, തലവേദന, റെസ്പിറേറ്ററി സ്ട്രെസ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്,
ചുമ, വോമിറ്റിംഗ്, മസിൽ പെയിൻ, കൺവൽഷൻ, അതുപോലെ തന്നെ ഡയേറിയ. ഇത്രയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി ആ ഇൻഫെക്റ്റഡ് പീപ്പിൾ നിപ വൈറസ് കോസസ് സിവിയർ ഇൽനെസ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണ് സിവിയർ ആയിട്ട് എന്താണ് വരുന്നത്? ഇൻഫ്ലമേഷൻ ഓഫ് ദി ബ്രെയിൻ. ഇൻഫ്ലമേഷൻ ഓഫ് ദി ബ്രെയിൻ, തലച്ചോറിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, എൻസെഫലൈറ്റിസ് എന്ന് പറയും. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസീസ് വരും. ഇതാണ് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം കോമൺ ആയിട്ട് വരുന്ന ലക്ഷണങ്ങൾ ഇതേപോലെ തന്നെ പനി, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു പതർച്ച, ക്ഷീണം ഉണ്ടാവും, തലവേദന ഉണ്ടാവും, വോമിറ്റിംഗ്, ചുമ, മസിൽ പെയിനും, അതുപോലെ തന്നെ ഡയേറിയ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജനറലായിട്ട് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. കുറച്ചുകൂടിയും സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇൻഫെക്ഷൻ പൂർണ്ണമാണെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇതേപോലെ എൻസെഫലൈറ്റിസ്, ഇൻഫ്ലമേഷൻ, ബ്രെയിനിൽ വരുന്ന ഇൻഫ്ലമേഷൻ, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസീസുകളും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ലാബ് ഡയഗ്നോസിസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെ ഡയഗ്നോസിസ് ടെസ്റ്റുകളാണ് നമുക്ക് നിപ വൈറസിൻ്റെ ടെസ്റ്റുകൾ നോക്കാം. നമുക്ക് ഫസ്റ്റിൽ വരുന്നത് RT-PCR. RT-PCR നമുക്ക് പരിചിതമായിരിക്കുന്നത് കോവിഡിൻ്റെ ടൈമിലാണ് പരിചിതമായിരിക്കുന്നത്. അപ്പോൾ RT-PCR ടൈം RT-PCR ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിപ വൈറസ് IgM ഉണ്ട്. അതുപോലെ തന്നെ എലൈസ ടെസ്റ്റും ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ അതും ഈ 3 ടെസ്റ്റുകളാണ് ലബോറട്ടറി ഡയഗ്നോസിസ് ടെസ്റ്റുകളായിട്ട് വരുന്നത്. ഇനി ഇപ്പം നമുക്കിപ്പം ഇൻഫെക്റ്റഡ് ആയി നമ്മൾ അതിൻ്റെ സാമ്പിൾ എടുക്കണം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് പോസിറ്റീവായി ഇൻഫെക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയയിൽ ഇപ്പോൾ വ്യക്തി താമസിക്കുന്ന സ്ഥലത്തെ ആളുകളെ നമ്മൾ ടെസ്റ്റ് ചെയ്യും, കോണ്ടാക്ട് ലിസ്റ്റുകളെ ടെസ്റ്റ് ചെയ്യും. അപ്പം എന്തൊക്കെ ടൈപ്പ് സാമ്പിളുകളാണ് നമ്മൾ ടെസ്റ്റിന് എടുക്കുന്നതാണ് അതൊന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റിൽ നമ്മളിപ്പോൾ കോവിഡിന് എടുത്തതുപോലെ തന്നെ ത്രോട്ട് സ്വാബിൻ വൈറൽ ട്രാൻസ്മിഷൻ മീഡിയം, ത്രോട്ട് സ്വാബ് എടുക്കും നമ്മൾ. അതിൻ്റെ സാമ്പിൾസിൽ വരുന്ന റെക്കമെൻഡഡ് സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ യൂറിൻ 5 ml ഇൻ യൂണിവേഴ്സൽ സ്റ്റെറൈൽ കണ്ടെയ്നറിൽ 5 ml യൂറിൻ എടുക്കും, ടെസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കാം സാമ്പിളിൽ. ബ്ലഡ് ഇൻ റെഡ് കണ്ടെയ്നർ 5 ml ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കും. അതേപോലെ തന്നെ 1 to 2 ml CSF എടുക്കും. ഇത്തരം കാര്യങ്ങളാണ് സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നത്, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം നിപ വൈറസിനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വൈറസ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകൾ, റിസർവോയറുകൾ, ഏതൊക്കെ റിസർവോയറുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ബാറ്റാണ് നമ്മളിപ്പോൾ കണ്ടുവന്നിരിക്കുന്നത്, പഴന്തീനി, വവ്വാലുകൾ, പിന്നെ പിഗ് ഉണ്ടായിട്ടുണ്ട്, ഹോഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. കാരണം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖലയാണ്. ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരിക്കുന്ന വാർത്തയിൽ ഇടം നേടിയിരിക്കുന്ന കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ച് എല്ലാ ജില്ലയിലും ചോദ്യങ്ങളുണ്ടാവും. ഇനി നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് എവിടെ നിന്നൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളത്, ഓരോ ജില്ലയിലും ഓരോ അസുഖത്തിൻ്റെ ഡെൻസിറ്റി, ആ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഏത് അസുഖമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഏത് അസുഖങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ഇനിയിപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഏത് അസുഖമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഇൻ്റർവ്യൂയിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാവും മിക്കവാറും ഇൻ്റർവ്യൂകളിലും ഉണ്ടാകുന്നത്. ഇനി നിപ വൈറസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഫുൾ നോട്ട് ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് ഇടാത്തത്, അത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ നമ്മുടെ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, നിപ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന്നാണ് ഈ നോട്ട്സുകൾ ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവൻ ഇവിടെ ഇടേണ്ട ആവശ്യമില്ല, ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയൊരു ഭാഗമാണ്, എന്നാൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.